ഞാനിവിടെ ഒരല്പം ബീൻസും ഒരു വാഴയ്ക്കായും സവോളയും തേങ്ങ എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരല്പം ഉള്ളി, മുളകും മഞ്ഞളും കൂടെ ചേർത്ത് നമുക്ക് മെഴുക്ക് പുരട്ടിയാക്കാം. ആദ്യം ഒന്ന് മെഴുക്ക് പുരട്ടിയല്ല, പറ്റിച്ചെടുത്ത് ചെയ്യുന്നത്. ആദ്യം ഇതൊന്ന് വേവിച്ചിട്ട് പിന്നെ എണ്ണയ്ക്കകത്തിടുക. അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ബീൻസ് അരിഞ്ഞെടുത്തു. ഇത് നല്ല നീളത്തിൽ കോന്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്, ഇച്ചിരി നീളം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വാഴയ്ക്ക അരിഞ്ഞെടുക്കണം. വാഴയ്ക്കയും മുറിച്ചിട്ട് കനം കുറച്ച് നീളത്തിലരിയാം. ഒപ്പം സവോളയും നീളത്തിലരിഞ്ഞിട്ടിട്ട് ഒരു മൺചട്ടിക്കകത്തിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. തേങ്ങ കൊത്തിനല്ലേ നല്ല വേവുള്ളത്, അതുകൊണ്ട് നമ്മൾ അതാദ്യം ഇട്ടു. ഇനി നമുക്ക് ബീൻസ് ഇടാം. വാഴയ്ക്ക ചട്ടിയോട് ചേർന്നിരുന്നാൽ അത് ചോട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടത് നമുക്ക് മുകളിലിടാം. ഇനി സവോള അരിഞ്ഞത് ഇട്ടു. അല്പം ഉപ്പും 2 മുളകും കൂടെ ഇട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിക്കാം. നമുക്ക് തീ കത്തിക്കാം. നമ്മൾ അരിഞ്ഞെടുത്ത സാധനങ്ങളൊക്കെ വയ്ക്കാം. ഉപ്പിട്ടു. ഇനി ആവിയിലാണ് വേകുന്നത്, അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. തീ കുറച്ചും വെക്കാം. മൂടി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് ആവി കയറട്ടെ. നമുക്ക് 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ബീൻസിന് നല്ല വെള്ളം ഉള്ളതുകൊണ്ടാണ് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്കിതെന്തായെന്ന് ഒന്നും കൂടെ നോക്കാം. വെള്ളമൊക്കെ പറ്റി. ഇനി നമുക്ക് ഇതിവിടെ മൂടി വെച്ചിട്ട് അല്പം കൂടെ ആവിയിലൊന്ന് വെന്ത് കഴിഞ്ഞ് അല്പം തണുത്തിട്ട് കടുക് പൊട്ടിച്ചൊന്ന് ഒലത്തിയെടുക്കാം. അപ്പം ഞാൻ തീ കെടുത്തുവാണ്. നമ്മുടെ ബീൻസ് ഇവിടെ വെന്തിരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വളർത്തിയെടുക്കാം. ആയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. കടുകിട്ടു, ഉള്ളിയിട്ടു, കറിവേപ്പിലയിട്ടു. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ടു. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇടാം.
ഇനി ഇതിവിടെ ഇരുന്ന് തോർന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അപ്പം നിങ്ങളിങ്ങനെ ഒരു പയറും വാഴയ്ക്കയും കൂടെ വെക്കുന്ന പോലെ ബീൻസും വാഴയ്ക്കയും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.